ഹലോ, അസ്സലാമു അലൈക്കും. ഈവനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏകദേശം കച്ചവടമൊക്കെ കഴിഞ്ഞു. നമ്മൾ ക്ലീനിങ്ങിലാണ്. ക്ലീനിങ് ചെയ്താണെങ്കിൽ പോകാൻ നോക്കാം. ഇനിയിപ്പോൾ 3:30 കുട്ടികളെ ക്ലാസ് വിടും, പരീക്ഷ കഴിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ രാവിലെ കൊടുത്തതിൻ്റെ പൈസ വാങ്ങാൻ പോകണം. അപ്പോൾ വാങ്ങിയിട്ട് പെട്ടെന്ന് വരും. ഇവിടെ 2 കടൻ്റെ അടുത്ത്, പിന്നെല്ലാം പുറത്താണ്. അപ്പോൾ വാങ്ങിയിട്ട് വരാം. ഓക്കെ, എന്തൊക്കെ എല്ലാവരും വിശ്വസിച്ച് സുഖമല്ലേ? സുഖം തരുന്നത്. ഓക്കെ, അവിടെ സുഖം പരിസുഖം അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ കട അടിച്ച് പോവാട്ടോ മക്കളെ. അപ്പോൾ അവിടുന്ന് ചെറിയ കാശം പിരിച്ചാണ്, ഞങ്ങൾക്ക് പിരിച്ചാണ്ട് പോവാണ്. നേരെ ഇവിടെ തന്നെ എണ്ണ അവിടെ നിന്ന് അപ്പോൾ ഇതിൽ ഷോർട്ട് വഴിക്ക് തന്നെ പോകണം കേട്ടോ. അത് നടക്കുള്ളൂ. മറ്റേ വഴിക്ക് പോയി നമുക്ക് 1.5 മണിക്കൂർ വേസ്റ്റാവും. ഇതിലെപ്പോഴും ഷോർട്ടാവും. കുറച്ച് റോഡ് കുറച്ച് മോശമാണെങ്കിലും ഷോർട്ടാവും നല്ല. അപ്പോൾ നമ്മൾ കിടങ്ങാതിലെത്തിയിട്ടോ. അപ്പോൾ സാധനമൊക്കെ വാങ്ങി ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ മോനവിടെ നിന്ന് വിളിച്ചേക്കണം. വിളിച്ചിന് പറഞ്ഞാണ്ട് നാളെ കാരാമ്പ് സ്കൂളിൽ കലാപരിപാടി ഉണ്ടായിരുന്നു, ഫോട്ടോ വെച്ചാണ് വിളിച്ചത്. വാർഷികത്തിൻ്റെ ഒരു വാർഷികം എല്ലായിടത്തും വാർഷികമാണല്ലോ. നമ്മളെ സ്കൂളത്തെ കാര്യമില്ല, നമ്മളെ സ്കൂളത്തെ പിന്നെയാണ് പെരുന്നാളായിട്ടുണ്ടാവും. കൊണ്ടേ എൻ്റെ ബാക്കാണല്ലോ. എന്താ വാട്സപ്പോ? ബാക്കിലത്തെ ഇതിന് വാട്സപ്പ്. അങ്ങനെ നമ്മൾ ഭവനത്തിലെത്തി. വീണ്ടും രാവിലെ പോയതല്ലേ, വീണ്ടും ഭവനത്തിലെത്തി. വീണ്ടും ഉള്ളിൽ ചോരുന്നു. വീണ്ടും ഉള്ളി തൊല്ലി തുടങ്ങാം. ഇതെല്ലാം പരിപാടി. ഇനി നാളേക്കെല്ലാം സെറ്റാക്കണം. ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് എടുത്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഒരു കിച്ചൺ ഉണ്ടാക്കുകയാണ്. റമദാനല്ലേ, അപ്പോൾ റമദാൻ ഇവിടെ ആയാലും പരിപാടി ഇവിടെ നിന്ന് ഉണ്ടായാണ് നമ്മൾ പള്ളിയേക്കുമ്പോഴൊക്കെ കൊണ്ടുപോയി. കാരണം സെയിൽ ചെയ്യാറ്. അപ്പോൾ അതിലൊരു കിച്ചണൊക്കെ റെഡിയാക്കുകയാണ്. നമ്മൾ വർക്ക് പിന്നെ വിറകിട്ടിന് വിറകുംപരയാണ്. അത് കുറച്ച് വെള്ളം എറിയണേ. അവിടെ നടുവിലേ ഇപ്പോഴത്തെ ചെറിയ റെസ്റ്റ് കഴിഞ്ഞാണ്ട് ഇറങ്ങണം. നമസ്കാരം കഴിഞ്ഞ് ചായ കുടിച്ച് ഇനി ആക്ഷൻ കട്ടിന് ഇറങ്ങണം. ആക്ഷൻ കട്ട് നാല് ഉള്ളി കട്ടിങ്ങിന് ഇനി ഇറങ്ങണം. ഇറക്കൊക്കെ ലെവലാക്കി ഒരു 10 മണിയാകുമ്പോൾ ലെവലാക്കി വെച്ചാൽ കിടന്നാൽ പിന്നെ 4 മണിക്ക് നീച്ചും വേണം. സുബൈക്ക് ഉണ്ടാകുമ്പോഴല്ലേ ഉണ്ടാവുള്ളൂ. നോയമ്പായപ്പോൾ നോയമ്പിൻ്റെ പണികളെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരത്തെ നീച്ച് ലെവലാക്കിയാൽ എന്നാലും ഈവനിങ് കട തുറക്കണ ആ ബുദ്ധിമുട്ട് വരുന്നില്ല തോന്നുന്നു. കാരണം അത്ര ബുദ്ധിമുട്ട് വരില്ല. അത് എന്നാൽ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കട ഓപ്പൺ ആക്കലും സാധനം ഉണ്ടാക്കലും സെറ്റാക്കലും കൊടുക്കലും ഉണ്ടാക്കലും ഒക്കെ ഒരാളാകുമ്പോഴേ ഭയങ്കര ക്ഷീണം. ഇപ്പം നമ്മൾ 4 മണിക്ക് നീച്ചാലും ഒരു ചട്ടിപ്പത്തിരി രാവിലെ കൊടുത്താൽ നമുക്ക് വൈകുന്നേരം വർഷമായി പോകാം. കുറഞ്ഞ പൈസ കിട്ടുള്ളൂ. പറഞ്ഞ കാര്യമില്ല. നല്ല ഫായ്ദ കുറച്ചുണ്ടെങ്കിലും ചിലവ് വെച്ച് കുറച്ച് ചെറിയൊരു കൂലിയേ കിട്ടുള്ളൂ. മതി. അതിന് 10 ഉണ്ടാക്കണം 15 ഉണ്ടാക്കണം ഒരേ പണി വരിക. ഇൻഷാ അല്ലാഹ് സ്കൂൾ പൂട്ടിയതിന് ശേഷം പിന്നെ ഇനി നോൽമ്പ് കഴിഞ്ഞതിന് ശേഷം നടക്കുള്ളൂ. നോൽമ്പ് വരെ അങ്ങനെ പോട്ടെ. നോൽമ്പ് കഴിഞ്ഞിട്ട് കുറച്ചിട്ട് ഓർഡർ ഇൻഷാ അല്ലാഹ് പിടിക്കണം. ഞാൻ ഇറങ്ങിയാൽ കിട്ടും, ഇറങ്ങിയില്ലത് അറിയാം. ഓണ വൈക്ക് ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ ഓർഡർ കിട്ടിയ ഓർഡറാണെന്ന് വെക്കാൻ. ഇത് ശരിക്കും വേണ്ടി ചോദിച്ചാൽ ഇറങ്ങാൻ ഇഷ്ടംപോലെ ഓർഡർ കിട്ടും. നമുക്ക് ഉണ്ടാക്കാൻ സമയം ഉണ്ടായാൽ മതി. ഓർഡർ എല്ലാവരും തരും. കാരണം ചട്ടിപ്പത്തിൽ എല്ലാവരും ഓർഡർ ചെയ്യാത്തതാണ്, അല്ല സെയിൽ ചെയ്യാത്തതാണ്. അങ്ങനെ റിസ്ക് ഉണ്ട്. പിന്നെ അതുപോലെ എല്ലാ കടയിലും ഒരു വെറൈറ്റി കടയിൽ നിലയ്ക്ക് നമ്മൾ ചോദിച്ചുമ്പോൾ വെച്ചോളി എന്ന് പറയും. അങ്ങനെ 5-8 കട ഉണ്ട് നമുക്ക്. അങ്ങനെ ഇന്ന് ഇറങ്ങുകയാണെങ്കിൽ 10-15 രൂപ ആവും. പക്ഷെ നമുക്ക് ഉണ്ടാക്കാനുള്ള സമയം അതിന് സന്ദർഭം ഉണ്ടാവും. അപ്പോൾ സ്കൂളില്ലാത്ത സമയത്ത് നമുക്ക് 1 പണി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓക്കെ, അങ്ങനെയൊക്കെ നടന്നു പോകുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ ഇനി ഉള്ളി കെട്ടാൻ നോക്കട്ടെ. ഓക്കെ, അപ്പം ഇനി ഉള്ളി കെട്ടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഉള്ളി വെച്ചല്ല കേട്ടോ. നേരെ പിടിച്ച് നോക്കിയാൽ അപ്പോൾ ഉള്ളി വെച്ചല്ലാണ്. ഇത് നമ്മളെ മെയിൻ ആളാണ് അവിടെ ഇരിക്കുന്നത്. നമുക്ക് തേങ്ങ വെച്ചാൽ എങ്ങനെ പാകാം. അങ്ങനെയല്ലേ കറക്റ്റാ ക്യാമറ പിടിച്ചണ്ടേ. ഇതല്ലേ വേണ്ടായി
അപ്പോൾ കുറച്ച് ഉള്ളി വെച്ചാൽ നമുക്ക് കേട്ടോ. നേരെ കുറച്ച് വേവിക്കുന്നു. ഞാനെല്ലാം സിമെൻറ്റ് പണി ഉണ്ടായിരുന്നു കുറച്ച്, അതുകൊണ്ട് കുറച്ച് വേവിക്കണം. ഇപ്പം അതും മണലിൽ നടക്കുക. നാളെ അവിടെ ലെവലാക്കുമ്പോൾ അതിന് അടി കൂടെ അതും നടക്കണം. ഇനി 14 ദിവസം ഉണ്ടാവില്ല, ഒരു ശനി നേരം ഉണ്ടാവും. അന്ന് പിന്നെ എന്തെങ്കിലും കുത്തുകൾ ഉണ്ടാവും. അപ്പോൾ അതിന് ഒരുങ്ങാനും കഴിച്ചു. ദിവസം പോയി കിട്ടണം. അപ്പോൾ നോൽമ്പ് അടുത്തുകൊണ്ട് നിൽക്കല്ല. അപ്പോൾ നോൽമ്പിന് മുമ്പ് ആ പണികളൊക്കെ വെച്ചാൽ നമുക്ക് അവിടെ ഒരു മിനി കിച്ചൺ ആക്കാൻ പറ്റുള്ളൂ. അതിന് ശ്രമം നടത്തി കൊടുക്കും. മിനി കിച്ചൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കിച്ചൺ പുറത്തുണ്ടാക്കുക നമ്മളെ സൗകര്യത്തിന്. മറ്റേ പുറത്ത് മുറ്റത്ത് അടുപ്പിട്ടേണ്ടി എഴുതിയിട്ടാണ്. എവിടെ ഇടാൻ അടുപ്പ് എവിടെ ഇടാൻ പറ്റിയാണല്ലോ, പവർ അടുപ്പല്ലേ. അപ്പോൾ അതിൻ്റെ അങ്ങനെ ആക്കാതെ എഴുതിയിട്ടാണ്. ഓക്കെ, ബാക്കത്തെ ചെമ്പെടുത്ത കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടോ. കിഴങ്ങ് മസാല കൊണ്ടൊക്കെ ഇതിന് സോസിനൊക്കെ എല്ലാം കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചു. ബാക്കി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉള്ളി ഇട്ടില്ല കേട്ടോ. ലൗഡ് സ്പീക്കറാണ് അവിടെ. ലോകത്തെ ലൗഡ് സ്പീക്കറിൻ്റെ സൗണ്ട് കേട്ടോ. അവിടെ ലൗഡ് സ്പീക്കർ ഫാമിലി ഉണ്ടോ, ഭയങ്കര സൗണ്ടാണ്. ഇത് ചട്ടിപ്പത്രിക ഇല്ലാട്ടോ, അത് മാറ്റി വെച്ചാണ്. നിങ്ങൾ ചട്ടിപ്പത്രിക ഇല്ല, മാറേണ്ട ഇത് മാറ്റി വെച്ചാൽ. മറ്റേ കടിക്കുള്ളതാണ്. കൊക്കോടക്കും സമൂസക്കും പഴംപൊരിക്കും മറ്റേ ഇതിനൊക്കെ. അല്ല പഴംപൊരിക്കല്ല, മറ്റേ ഉള്ളിവടക്ക് മസാല കൊണ്ട് അങ്ങനത്തെ ഐറ്റംസ് സാൻഡ്വിച്ച് ഉണ്ടാക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിവട്ടിൽ കഴിഞ്ഞൊക്കെ സെറ്റായി. ഞാൻ ചോറ് നട്ടോ, രാത്രി ചോറുന്നാണ്. അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞ് ചോറിന് കിടക്കാൻ പോവാണ്. നാളെ 4 മണിക്ക് എണീച്ചണ്ടേ. ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ, നാളെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും.